ഓണം എത്തി അല്ലേ? ഓണത്തിന് സദ്യ ഒരുക്കണ്ടേ നമുക്ക്? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓരോ കറികളായിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ പൈനാപ്പിൾ പച്ചടി ആവാം. പൈനാപ്പിൾ പച്ചടി ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്, കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാണ്. അപ്പോൾ ആ മധുരത്തിൽ തന്നെ തുടങ്ങാമെന്ന് കരുതി. അപ്പോൾ പൈനാപ്പിൾ പച്ചടി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് പൈനാപ്പിൾ ചെറുതായി അരിഞ്ഞ് അത് മഞ്ഞൾപ്പൊടിയും വെള്ളവും ചേർത്ത് നന്നായിട്ട് വേവിക്കുക. നന്നായി വെന്തതിന് ശേഷം അതിലേക്ക് നമ്മൾ കുറച്ച് മുളക് പൊടി, കുറച്ച് കല്ലുപ്പ്, പിന്നെ കുറച്ച് പഞ്ചസാര ഇത്രയും ഇട്ടിട്ട് ഒന്നും കൂടി നന്നായിട്ട് തിളപ്പിക്കുക. അതിന് ശേഷം നന്നായി തിളച്ചതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് തൈര് കൂടി ചേർക്കാം. തൈര് കൂടി ചേർത്തതിന് ശേഷം ഒന്ന് മൂടി വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് തിളപ്പിക്കുക. തിളപ്പിച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് നാളികേരം, കടുക്, പച്ചമുളക് ഇത്രയും ചേർത്ത് നന്നായിട്ട് അരയ്ക്കുക. കടുക് ഒരു സ്പൂണ്, ചെറിയൊരു സ്പൂണേ വേണ്ടൂ. അത് നന്നായിട്ട് അരയ്ക്കണം. അതിന് മുൻപ് നമുക്ക് വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒരു സ്പൂൺ അരിപ്പൊടി പച്ചവെള്ളത്തിൽ നന്നായിട്ട് കലക്കിയിട്ട്, കട്ടിയൊന്നുമില്ലാതെ കലക്കിയിട്ട് ഈ കറിയിലേക്ക് ഒഴിക്കാം. അത് ഒഴിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ കട്ടി കൂടുതൽ തോന്നാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് നല്ല പൈനാപ്പിൾ പച്ചടി നല്ല കട്ടി കുറുകിയിരിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ അതിങ്ങനെ വെള്ളം പോലെ ഇരിക്കും. ഇഷ്ടമുള്ളവർ മാത്രം ചേർത്താൽ മതി, നിർബന്ധമില്ല. നമ്മൾ നാളികേരപ്പാലും നാളികേരമൊക്കെ കുറേ ചേർക്കണവർക്ക് കട്ടി ഉണ്ടായിരിക്കും. പക്ഷേ ഇത് ചേർക്കുമ്പോൾ നല്ലൊരു വേറൊരു ടേസ്റ്റും കൂടിയാണ്. ഞങ്ങളിവിടെ എനിക്കിഷ്ടമാണ്, ഞാൻ ചെയ്യാറുണ്ട്. അപ്പോൾ അതും കൂടി ഒഴിക്കണം. അതും കൂടി ഒഴിച്ച് നന്നായിട്ട് തിളച്ച് വെന്തതിന് ശേഷം നമ്മൾ ഈ അരച്ച് വെച്ച കൂട്ട്, നാളികേരം, കടുകും പച്ചമുളകും കൂടി അരച്ച് വെച്ച കൂട്ട് ഇതിലേക്ക് ഒഴിക്കുക. ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒരു 5 മിനിറ്റ് ഒന്ന് തിളപ്പിക്കുക. 5 മിനിറ്റ് ഒന്ന് തിളപ്പിക്കേണ്ട, 5 മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കുക. അതിന് ശേഷം നമുക്ക് നെയ്യിൽ കടുക്, കുറച്ച് കടുകും, കറുത്ത മുന്തിരി, ഉണക്കമുന്തിരി കറുത്തത് അതും കൂടി, അണ്ടിപ്പരിപ്പ് വേണമെങ്കിൽ ഇടാം, അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. അപ്പോൾ കറുത്ത മുന്തിരി, അണ്ടിപ്പരിപ്പും കടുകും കൂടി വറുത്ത് ഇതിലേക്ക് ഇടാം, കറിയിലേക്ക് ചേർക്കാം. അപ്പോൾ നല്ല സ്വാദാണ്. ഞാനിപ്പോൾ അണ്ടിപ്പരിപ്പ് ഇന്ന് ഇട്ടിട്ടില്ല, ഇവിടെ ഉണ്ടായില്ല. ഉണ്ടാക്കാൻ നിൽക്കണ നേരത്തെ അത് കണ്ടില്ല, ഇവിടെ ഉണ്ടായില്ല, അത് കാരണം ഇട്ടില്ല. അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല മധുരവും പുളിയും എരിവും ഉപ്പും എല്ലാം കൂടിയൊരു കറിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുതേ. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ എന്നോട് പറയണം, കമൻ്റായിട്ട് ഇടണം. ഞാൻ അതിന് മറുപടി തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. ഓണത്തിന് നമുക്ക് വീണ്ടും കാണാം. അതിന് മുന്നേ എൻ്റെ വീഡിയോസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. കറികൾ ഓരോന്നായിട്ടും പായസമായിട്ടും എല്ലാ ഇഞ്ചമ്പുളിയായിട്ടൊക്കെ വരും. അപ്പോൾ അതുവരെ കാത്തിരിക്കൂ. എല്ലാവർക്കും നന്ദി, സ്നേഹം.